ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു 8ന്റെ പണി കിട്ടിയ കേക്കിന്റെ വീഡിയോ കേട്ടോ ഞാനിപ്പോൾ ചെയ്യണത്. കേക്ക് ബേക്കായിട്ട് വന്നു, നമ്മൾ ക്രീം ബീറ്റ് ചെയ്തു. എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യണ പോലെ തന്നെ കേക്കിന്റെ പണികളെല്ലാം സെറ്റാക്കി. കേക്ക് ബേക്കായി വന്നിട്ട് നമ്മളത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി വെക്കി കഴിഞ്ഞപ്പോൾ സംഭവം നല്ല സൂപ്പറായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കതിനെ കട്ട് ചെയ്തെടുക്കണ്ടേ, അപ്പം അതിന് ആദ്യം തന്നെ അതിന് ഡിമോൾഡ് ചെയ്തെടുത്തു. അതിന്റെ ബട്ടർ പേപ്പറൊക്കെ കാട്ടിക്കളഞ്ഞു. അതിനുശേഷം നമ്മൾ കേക്കിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തു കേട്ടോ. നല്ല സൂപ്പർ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു. 3 ലെയറായിട്ട് കട്ട് ചെയ്തു. പിന്നെ നമ്മൾ കേക്കിന്റെ ബോർഡ് എടുത്തു. അതിനുശേഷം നമ്മൾ ചെറിയതായിട്ട് കുറച്ച് ക്രീം ഒന്ന് ആക്കി കൊടുത്തു. എന്തിനാണെന്നറിയോ, കേക്ക് ഒന്ന് വിട്ടു പോകാണ്ടിരിക്കാനാണ്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു. പിന്നെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. അതിന്റെ മീതെ ക്രീം ആക്കി കൊടുത്തു. അതിന്റെ മീതെ നമ്മൾ ആ ഒരു 2 ലെയർ ഇതേ പ്രോസസ്സിൽ തന്നെ ചെയ്തു വെച്ചു. അതിനുശേഷം നമ്മൾ 3 ലെയറും ക്രം കോട്ട് ചെയ്തെടുത്തു കേട്ടോ. ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ ഫ്രീസ് ആവാൻ വെച്ചു. പിന്നെ നമുക്ക് കസ്റ്റമർ പറഞ്ഞ കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ്. നമുക്ക് ഇതിന്റെ ഏറ്റവും അവസാനം ഞാൻ കാണിച്ചു തരാൻ അവര് പറഞ്ഞ കേക്കിന്റെ മോഡൽ. അപ്പൊ നമ്മൾ ആ ഒരു ലാവൻഡർ കളറിലോട്ട് ആക്കി എടുത്തിട്ട് കേക്കിന്റെ ഫുള്ളും സർഫസ് ഏരിയ ഫുള്ളായിട്ട് ഈ ഒരു ലാവൻഡർ കളറാണ് കൊടുക്കുന്നത്. ഇവരുടെ ഡിസൈൻ ആണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. കേക്ക് ബേക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നേരം എടുത്തു കേക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ എന്ന് പറയാം. അപ്പൊ നമ്മളിത് കേക്കൊക്കെ ഒന്ന് ആ ഒരു ലാവൻഡർ കൊണ്ട് സെറ്റ് ആക്കി എടുത്തു. പിന്നെ അവരുടെ ഫസ്റ്റത്തെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ മോൾ ഭാഗത്തുള്ളത് ഇങ്ങനെയുള്ളൊരു ഡിസൈൻ ആയിരുന്നു. ഇത് നമുക്ക് സിമ്പിൾ ആണ്, നമുക്ക് ഫ്ലവർ നോസിൽ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അതിന്റെ മീതെ നമ്മൾ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന് വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ചോക്ലേറ്റിന്റെ ക്രീം ആവശ്യമായിരുന്നു. ഈ ഒരു ബോൾസ് ആണ് നമ്മൾ ഒന്ന് വിതറി ചിന്നി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കേക്കിന്റെ മുകളിലായിട്ട് പേര് എഴുതി. ബെൻസ്റ്റാ മരിയ എന്നാട്ടോ പേര്. പിന്നെ അതിന്റെ ഏറ്റവും നമുക്ക് കുറെ ടൈം എടുത്ത് ചെയ്യാൻ പറ്റിയ സംഭവം ഇതാണ് കേട്ടോ. ഈ ഒരു ഡിസൈൻ ആയിരുന്നു. കുറച്ച് ടൈമൊന്നല്ല, നല്ല ഒന്നാന്തരം ടൈം എടുത്തു ഇത് ചെയ്ത് തീർക്കാനായിട്ട്. പിന്നെ ഇങ്ങനെ നമ്മൾ ഒരു ഇതുപോലെ ആക്കിയെടുത്തു. പിന്നെ അവിടെ നിന്ന് നമ്മൾ പെരുന്നാളിനൊക്കെ മാല തൂക്കിയിടില്ലേ, അതുപോലെ ഇതിങ്ങനെ ആക്കി കൊടുത്തു. ഇത് ആ കുട്ടിയുടെ ഒരു സജഷൻ ആയിരുന്നു കേട്ടോ. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കേക്ക് അവര് ഗൂഗിളിൽ നിന്ന് സെർച്ച് ഒക്കെ ചെയ്ത് അയച്ചതാണ്. ഞാൻ എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ മീതെ കൂടെ നമ്മൾ ആദ്യമൊക്കെ ഡാൻസ് കളിക്കുമ്പോൾ പിരികത്തിന്റെ മീതെ കൂടെ നമ്മൾ കുത്തു ഇട്ട് കൊടുക്കില്ലേ, അതുപോലെ ഇതുപോലെ അങ്ങോട്ട് കുത്തൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ കേക്ക് നമ്മൾ സെറ്റ് ആക്കി. പിന്നെ ആ കുത്തിന്റെ അടിയിലായിട്ട് 3-4 റോസാപ്പൂ ഒക്കെ വെച്ച് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇതാണ് കേട്ടോ കേക്കിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ചെയ്തൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇതാണ് കേക്ക്. പിന്നെ കേക്കിന്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. പിന്നെ നമുക്ക് അവര് ചെയ്യാൻ തന്ന കേക്കിന്റെ ആ ഒരു മോഡലും കൂടി ഞാൻ ഇതിന്റെ കൂടെ ഇടാം. അതായിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടോ എന്ന് പറയണം. പിന്നെ കേക്ക് ഇഷ്ടമായവര് കമന്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.